+1 കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്റർ 2 സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡി മോർഗൻസ് ലോ വിത്ത് പ്രൂഫ് വിശദമായി കണ്ടു. ആൾജിബ്രൈക് പ്രൂഫും കണ്ടു, ട്രൂത്ത് ടേബിൾ മെത്തേഡ് അനുസരിച്ചുള്ള പ്രൂഫും കണ്ടു. ഇന്ന് ഇപ്പം നമ്മൾ അത്യാവശ്യം ബൂളിയൻ ആൾജിബ്ര ബേസിക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇപ്പം നമ്മൾ ആൻഡ് ഗേറ്റ് എന്ത്, ഓർ ഗേറ്റ് എന്ത് എന്നൊക്കെ ബേസിക് സിംബൽസ് കണ്ടു. എ ബി എന്ന് എഴുതിയാൽ എ ആൻഡ് ബി ആണെന്നും അതിന് യൂസ് ചെയ്യുന്നത് ആൻഡ് ഗേറ്റ് ആണെന്നും മനസ്സിലാക്കി. എ പ്ലസ് ബി എന്ന് എഴുതിയാൽ അവിടെ ഓർ ഗേറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. പ്ലസ് എന്ന് വെച്ചാൽ ഓർ ഓപ്പറേഷൻ ആണ്, ലോജിക്കൽ അഡീഷൻ ആണ് എന്നും മനസ്സിലാക്കി. ഇതേപോലെ നോട്ട് ഗേറ്റ്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഔട്ട്പുട്ട് തരുന്ന തരത്തിലാണ് നോട്ട് ഗേറ്റ്, ഒറ്റ ഇൻപുട്ട് മാത്രമുള്ള തരം ഓപ്പറേഷൻ. അങ്ങനെ ബേസിക് ഗേറ്റ്സ് ആൻഡ് ഓർ നോട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. സിംബൽസ് ഒക്കെ ഇപ്പോൾ നമുക്കറിയാം. ഇന്ന് ആദ്യം നമ്മൾ ഈ ബേസിക് ഗേറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ചെറിയ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഉണ്ടാക്കാനായിട്ട് പഠിക്കലാണ്. എങ്ങനെയാണ് ഇത് വെച്ചിട്ട് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെ എന്ന് കാണും. നോക്കല്ലേ, ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന സർക്യൂട്ട് ഡയഗ്രാം എ ബാർ പ്ലസ് ബി എന്ന ബൂളിയൻ എക്സ്പ്രഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് നമ്മൾ ബൂളിയൻ ഓപ്പറേഷൻ ആയിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. ഇതിൽ രണ്ട് വേരിയബിൾസ് ആണുള്ളത്, ഏതാ, എയും ബിയും. അപ്പൊ എഫ് ഓഫ് എ ബി എന്ന് എഴുതിയാൽ മതി. രണ്ട് വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ എന്ന് കാണിക്കാൻ എഫ് ഓഫ് എ ബി. ഏതാ ഫംഗ്ഷൻ? എഫ് ഓഫ് എ ബി ഈക്വൽസ് എ ബാർ പ്ലസ് ബി. അപ്പൊ ഇനി ആ തന്നേക്കുന്ന ബൂളിയൻ എക്സ്പ്രഷൻ ഒന്ന് സൂക്ഷിച്ചു നോക്കി. രണ്ട് വേരിയബിൾസ് ആണ് എയും ബിയും. പിന്നെയുള്ള ഓപ്പറേഷൻസ് ഏതൊക്കെയാ? ഒരു ബാർ ഉണ്ട് എന്ന് വെച്ചാൽ നോട്ട് ഗേറ്റ് ഒരെണ്ണം വേണ്ടി വരും. ഏതുമ്മയാണ്? എ എന്ന ഇൻപുട്ടിലാണ് നോട്ട് ഗേറ്റ് വെക്കേണ്ടത്. ഇതിപ്പോ ഈ കാണുന്ന പോലെ. അപ്പൊ അയാള് നോട്ട് ഗേറ്റ് വെച്ചു. പിന്നെയോ ബി, പുതിയൊരു ഇൻപുട്ടാണ് ബി. അപ്പൊ പുതിയൊരു ഇൻപുട്ട് ബി വരച്ചു വെച്ചു. എ ബാർ പ്ലസ് ബി എന്നാണ്. അപ്പൊ എ ബാറിന്റെ ഔട്ട്പുട്ട്, അതായത് എനെ നോട്ട് ഗേറ്റ് വെച്ചതിന്റെ ഔട്ട്പുട്ട്, പിന്നെ ബി, ഇത് രണ്ടും കൂടി ഏത് ഓപ്പറേഷൻ നടത്തണം? ഓർ ഓപ്പറേഷൻ. അപ്പൊ അത് നടത്തി കഴിയുമ്പോൾ ഈ കാണുന്ന പോലെ ആവും. അപ്പൊ ഇതിൽ രണ്ട് ഗേറ്റ്സ് ആണ് യൂസ് ചെയ്തത്, ഒരു ഇൻവെർട്ടറും ഒരു ഓർ ഗേറ്റും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ടാണ്, ഈ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ടാണ് എന്ത്? എ ബാർ പ്ലസ് ബി. സിമ്പിൾ ആണ്. ഇതാണ് എ ബാർ പ്ലസ് ബിയുടെ സർക്യൂട്ട്. അപ്പൊ നിങ്ങളോട് സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ തന്നേക്കുന്ന എക്സ്പ്രഷനിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ എ ബി എന്നൊക്കെ കണ്ടാൽ അവിടെ ആൻഡ് ഗേറ്റ്, എ പ്ലസ് ബി എന്ന് കണ്ടാൽ അവിടെ ഓർ ഗേറ്റ്, ബാർ എന്ന് കണ്ടാൽ ഒരു നോട്ട് ഗേറ്റ്. ഇത് വെക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. വേറൊരു ബൂളിയൻ എക്സ്പ്രഷനും കൂടി ഇതേപോലെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ നോക്കാം. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് വൈ ബാർ എന്നാണ് നമുക്ക് തന്നിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷൻ. അപ്പൊ ഇതില് ഏതൊക്കെ വേരിയബിൾസ് ഉണ്ട്? എഫ് ഓഫ് എക്സ് വൈ. അപ്പൊ രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. അതില് തന്നേക്കുന്ന സർക്യൂട്ട് അതൊന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അപ്പൊ എന്താ കണ്ടേ? എക്സ് വൈ പ്ലസ് വൈ ബാർ. അപ്പൊ എക്സ് വൈ ആണ് ആദ്യം കണ്ടത്. എക്സ് വൈ എന്ന് വെച്ചാൽ എന്താ? എക്സ് ഡോട്ട് വൈ എന്നാണ്. എന്ന് വെച്ചാൽ എന്താ? എക്സ് ആൻഡ് വൈ. അപ്പൊ നമ്മൾ രണ്ട് ഇൻപുട്ട് എടുത്തു, എക്സും വൈയും. എന്നിട്ട് ഇത് രണ്ടിനെയും കൂടി ഒരു ആൻഡ് ഗേറ്റിൽ കൂടെ കടത്തി വിട്ടു. അപ്പൊ ഒരു ഔട്ട്പുട്ട് കിട്ടി. ആ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്താണ്? എക്സും ആൻഡ് ചെയ്ത വൈയും. എന്ന് വെച്ചാൽ എക്സ് ആൻഡ് വൈ. എക്സ് വൈ ആണ് ഈ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട്. പിന്നെ നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷനിൽ ഒന്നുകൂടി നോക്കി, പ്ലസ് വൈ ബാർ എന്നിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഇനി ഈ കിട്ടിയ ഔട്ട്പുട്ടിന്റെ അടുത്ത് വരെ ഓർ ഗേറ്റിൽ കൂടെ കടത്തിവിടണം എന്നാണ് ആ പ്ലസിന്റെ മീനിങ്. പക്ഷെ ഓർ ഗേറ്റിൽ കിട്ടുന്ന രണ്ട് ഇൻപുട്ടുകൾ ഏതൊക്കെയാ? ഒന്ന് ഈ എക്സ് വൈ, അതിപ്പോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വൈ ബാർ ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള എക്സ് വൈ എന്ന ഇൻപുട്ട്, വൈ ഇൻപുട്ടിൽ നിന്ന് ആൻഡ് ഗേറ്റിലേക്ക് വേണ്ടി എടുത്ത ആ വൈയിൽ നിന്ന് ഒരു കണക്ഷൻ ഇങ്ങോട്ട് താഴേക്ക് എടുക്കും. എന്നിട്ട് അതിനെ വൈ ബാർ ആക്കും. ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തിവിടും. അപ്പൊ നമുക്ക് വൈ ബാർ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് വൈ ബാർ ആണ്. ഈ വൈ ബാറും നേരത്തെ നമ്മുടെ ഈ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടായി കിട്ടിയ എക്സ് വൈയും, അത് രണ്ടും കൂടിയാണ് ഓർ ഗേറ്റിൽ കൂടെ കടത്തിവിടേണ്ടത്. അപ്പോഴാണ് നമുക്ക് എന്തിന്റെ റിസൾട്ട് കിട്ടുക? എക്സ് വൈ പ്ലസ് വൈ ബാർ ഉണ്ട്, ഈ കാണുന്ന പോലെ. കണ്ടല്ലോ? അപ്പൊ റിസൾട്ട് ഈ ഓർ ഗേറ്റിന്റെ ഫൈനൽ ഔട്ട്പുട്ട് അവിടെയാണ്. ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. എന്ന് വെച്ചാൽ അതായത് എക്സ് വൈ പ്ലസ് വൈ ബാർ. അപ്പൊ അത് ക്ലിയർ അല്ലേ? അടുത്ത ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് ഇതേപോലെ സർക്യൂട്ട് ഉണ്ടാക്കാനുള്ളത്. എഫ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഡോട്ട് എ ബാർ പ്ലസ് ബി ബാർ. എ പ്ലസ് ബി ഡോട്ട് എ ബാർ പ്ലസ്
ബി ബാർ. ഇതില് ഏത് ഓപ്പറേഷനൊക്കെ ബ്രാക്കറ്റിലിട്ടുണ്ട്? എ പ്ലസ് ബി ബ്രാക്കറ്റിലിട്ടുണ്ട്, പിന്നെ എ ബാർ പ്ലസ് ബി ബാറും ബ്രാക്കറ്റിലിട്ടുണ്ട്. അപ്പൊ ഇവിടെ രണ്ട് ഇൻപുട്ടാണ് എയും ബിയും. ആദ്യം കാണേണ്ട എന്താ? എയും ബിയും കൂടി ഓർ ഗേറ്റ് കൂടെ കടത്തിവിട്ടത്, അതായത് എ പ്ലസ് ബി. അപ്പൊ എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ നമ്മളൊരു ഓർ ഗേറ്റ് യൂസ് ചെയ്തു. ഇൻപുട്ട് എയും ബിയും, അപ്പോൾ ഔട്ട്പുട്ട് എ പ്ലസ് ബി കിട്ടി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഡോട്ട് ഓപ്പറേഷൻ ആണ് ഈ എ പ്ലസ് ബി കഴിഞ്ഞിട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. പക്ഷെ അതിനുശേഷം പിന്നെയും ബ്രാക്കറ്റിലിട്ട് ഒരു ഓപ്പറേഷൻസ് ഉണ്ട്. ഏതാ? എ ബാർ പ്ലസ് ബി ബാർ. അത് ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ എ എന്ന ഇൻപുട്ടിൽ നിന്ന് ഒരു കണക്ഷൻ ഇട്ടിട്ട് എ ബാർ കണ്ടുപിടിക്കണം. ഒരു നോട്ട് ഗേറ്റ് കൂടെ കടത്തിവിട്ടാൽ എ ബാർ കിട്ടും. അതേപോലെ ബി ബാറും കണ്ടുപിടിക്കണം. കാരണം എ ബാർ പ്ലസ് ബി ബാർ ആണ് പിന്നെ കണ്ടുപിടിക്കേണ്ടത്, കാരണം അതാണ് ബ്രാക്കറ്റിൽ കിടക്കുന്നത്. അപ്പൊ ബി ബാർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതേപോലെ ബിയിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തു, നോട്ട് ഗേറ്റ് കൂടെ കടത്തി വിട്ടു. അപ്പൊ ആ നോട്ട് ഗേറ്റിന്റെ ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ബി ബാർ കിട്ടി. ഇപ്പൊ നമ്മുടെ കയ്യിൽ എ ബാറും കിട്ടി, ബി ബാറും കിട്ടി. ഈ എ ബാറും ബി ബാറും കൂടി പ്ലസ് ചെയ്യണം, കാരണം എ ബാർ പ്ലസ് ബി ബാർ എന്നാണ് തന്നേക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഓർ ഗേറ്റ് കൂടെ കടത്തിവിടണം. അപ്പൊ എന്ത് കിട്ടും? എ ബാർ പ്ലസ് ബി ബാർ കിട്ടും ഈ ഓർ ഗേറ്റ് കൂടെ കടന്നു പോകുമ്പോൾ. ഇപ്പോ രണ്ട് ഓർ ഗേറ്റുകളുടെ ഔട്ട്പുട്ട് നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്. ഏതൊക്കെയാ? എ പ്ലസ് ബിയുടെ ഔട്ട്പുട്ട് നിൽക്കുന്നുണ്ട്, എ ബാർ പ്ലസ് ബി ബാറിന്റെ ഔട്ട്പുട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് തന്നിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷൻ എന്തെന്നാ? എ പ്ലസ് ബി ഡോട്ട് എ ബാർ പ്ലസ് ബി ബാർ എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ഔട്ട്പുട്ടുകളെയും ഒരു ആൻഡ് ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ കടത്തിവിടണം. എന്നാലല്ലേ ഡോട്ട് ഓപ്പറേഷൻ നടക്കുള്ളൂ. അതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും എന്താപ്പോ? എ പ്ലസ് ബി ഡോട്ട് എ ബാർ പ്ലസ് ബി ബാർ. ക്ലിയർ ആണോ? മനസ്സിലായോ? ഒരെണ്ണത്തിൻ്റെയും കൂടി നമുക്ക് ലോജിക് സർക്യൂട്ട് വരച്ചു നോക്കാം, സർക്യൂട്ട് ഡയഗ്രാം വരച്ചു നോക്കാം. ഇതിൽ കൊടുത്തേക്കുന്ന എക്സ്പ്രഷൻ എഫ് ഓഫ് എ ബി ഈക്വൽസ് എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്നാണ്. എ ബാർ ബി പ്ലസ് എ ബി ബാർ. അപ്പൊ ഇവിടെ എത്ര ഇൻപുട്ട്സ് ഉണ്ട്? രണ്ട് ഇൻപുട്ട്. ഏതൊക്കെയാ? എയും ബി. ഫസ്റ്റ് എക്സ്പ്രഷന്റെ ഫസ്റ്റ് പാർട്ട് എന്താ? എ ബാർ ബി എന്നാണ്. അപ്പൊ അതിൽ തന്നെ നമ്മൾ ആദ്യം എന്ത് കാണണം? എ ബാർ കാണണം. അപ്പൊ എ എന്നൊരു ഇൻപുട്ട് എടുക്കുന്നു, അതിനെ നോട്ട് ഗേറ്റ് കൂടെ കടത്തി വിടുന്നു. അപ്പോൾ നോട്ട് ഗേറ്റിന്റെ അപ്പുറത്ത് എ ബാർ കിട്ടുന്നു. ബി ഒരു ഇൻപുട്ട് വേറെ എടുക്കുന്നു, എ ബാർ ബി എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ ഇത് രണ്ടിനെയും കൂടി ഒരു എന്ത് കൂടെ കടത്തി വിടുന്നു? ആൻഡ് ഗേറ്റ് കൂടെ കടത്തി വിടുന്നു. ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടും? എ ബാർ ഡോട്ട് ബി. അപ്പൊ അത് ക്ലിയർ ആയി. അടുത്ത എന്താ? എ ബി ബാർ എന്നാണ്. എ ബാർ ബി കഴിഞ്ഞാൽ പിന്നെ എ ബി ബാർ ആണ്. അത് രണ്ടും കൂടി കിട്ടിയിട്ട് വേണം ഓർ ഓപ്പറേഷൻ. അപ്പൊ എ ബി ബാറിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി നമ്മൾ നോട്ട് ഗേറ്റ് കൂടെ കടത്തി വിട്ടിട്ടുണ്ട്. അപ്പൊ ആ എ തന്നെ താഴേക്ക് ഒന്ന് ഇറക്കിയിടുന്നു. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞിട്ടോ ബി ബാർ. നേരത്തെ നമ്മൾ ഒരു ബി ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അത് താഴേക്ക് ഒരു കണക്ഷൻ പോയിന്റ് ഇട്ടിട്ട് അതിലൊരു ഇൻവെർട്ടർ കണക്ട് ചെയ്യുന്നു. അപ്പൊ അത് ബി ബാർ ആയി മാറുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ എ ബി ബാർ കിട്ടി. എ ബി ബാറിനെ കിട്ടിയെന്ന് വെച്ചാൽ എയും കിട്ടി ബി ബാറും കിട്ടിയെന്നേ ഉള്ളൂ. അത് എ ബി ബാർ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ഒരു ആൻഡ് ഗേറ്റ് കൂടെ കടത്തിവിടണം. അപ്പോൾ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എ ബി ബാർ കിട്ടും. ഇപ്പൊ രണ്ട് ആൻഡ് ഗേറ്റുകളുടെ ഔട്ട്പുട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഏതൊക്കെയാ? എ ബാർ ബിയുടെയും പിന്നെ എ ബി ബാറിന്റെയും. ഈ രണ്ട് ആൻഡ് ഗേറ്റുകളുടെ ഔട്ട്പുട്ട് എ ബാർ ബി പ്ലസ് എ ബി ബാർ ആക്കാൻ വേണ്ടിയിട്ട് ആ പ്ലസ് ഓപ്പറേഷൻ ഇക്വലന്റ് ആയ ഓർ ഗേറ്റ് കൂടെ കടത്തിവിടും. അപ്പൊ എ ബാർ ബി പ്ലസ് എ ബി ബാർ കിട്ടും ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ടായിട്ട്. ക്ലിയർ അല്ലേ? ഇത്രയും ചെയ്താൽ സർക്യൂട്ട് ഡയഗ്രാംസ് മനസ്സിലായി എന്നർത്ഥം. ക്ലിയർ ആണോ? ഈ കാണുന്ന സിമ്പിൾ സർക്യൂട്ട്സ് നിങ്ങൾ സ്വന്തമായി ഡിസൈൻ ചെയ്യാം. ആകെ 3 ചോദ്യം തന്നിട്ടുള്ളൂ. ആ 3 സർക്യൂട്ട് ഡയഗ്രാം സ്വന്തമായി വരയ്ക്കാം കേട്ടോ. അടുത്ത ടോപ്പിക്കാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ ഇപ്പൊ നമ്മൾ സർക്യൂട്ട് ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാൻ പഠിച്ചു. ഇപ്പോൾ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ലോജിക് സർക്യൂട്ട് വരയ്ക്കണമെങ്കിൽ, അത് ഡിസൈൻ ചെയ്യണമെങ്കിൽ ആൻഡ് ഗേറ്റ് വേണം, ഓർ ഗേറ്റ് വേണം, നോട്ട് ഗേറ്റ് വേണം, 3 ഡിഫറെന്റ് ടൈപ്സ് ഗേറ്റ് വേണം. ഇതൊക്കെ കണക്ട് ചെയ്ത് ഉണ്ടാക്കും വേണം. കണ്ടതല്ലേ ലോജിക് സർക്യൂട്ട്സ് വരച്ചപ്പോൾ? അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ആൻഡ് ഓർ നോട്ട് ഗേറ്റ് ഒക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് സർക്യൂട്ട്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആണ്, കോംപ്ലക്സ് ആണ്. സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് വരുമ്പോൾ കോംപ്ലക്സിറ്റി കൂടും. ആൻഡ് ഗേറ്റുകളിലെ ചിപ്പ്, ഓർ ഗേറ്റുകളിലെ ചിപ്പ്, നോട്ട് ഗേറ്റുകളിലെ ചിപ്പ്, ഈ IC ചിപ്പുകളുടെ ഉള്ളിൽ നിന്ന്
കണക്ഷൻസ് പിന്നെ കൂടി എടുത്തിട്ട് കണക്ട് ചെയ്ത് ആൻഡ് ഓറൊക്കെ തമ്മിൽ കണക്ട് ചെയ്ത് ഫൈനൽ സർക്യൂട്ട്സ് ഉണ്ടാക്കുമ്പോൾ വളരെ കോംപ്ലിക്കേഷൻ കൂടും. ഇത് ഒഴിവാക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ് പിന്നെ ഹാർഡ്വെയർ ഡെവലപ്പ് ചെയ്യുന്നവർ ആലോചിച്ചു തുടങ്ങിയത്. ആൻഡ് ഗേറ്റ് ഓർ ഗേറ്റ് ഒക്കെ വേണം, അതിന് തുല്യമായിട്ട് വേറെ എന്തെങ്കിലും സൂത്രപ്പണി പറ്റുമോ എന്നവർ ആലോചിച്ച് ഡിസൈൻ ചെയ്തെടുത്തു. നമ്മുടെ ഡി മോർഗൻസ് ലോയിൽ പറഞ്ഞ എ പ്ലസ് ബി ഓൾ ബാർ, എ ബി ഓൾ ബാർ, എ പ്ലസ് ബി ഓൾ ബാർ, പിന്നെ എ ബി ഓൾ ബാർ, ഈ രണ്ട് സംഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എ പ്ലസ് ബി ഓൾ ബാറും എ ബി ഓൾ ബാറും ഇത് രണ്ടുമാണ് നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ്സ്. ഏത്? എ പ്ലസ് ബി ഓൾ ബാറും എ ബി ഓൾ ബാറും. ഇതെന്താണ് ഈ പറഞ്ഞു? ഒന്നും മനസ്സിലാവണില്ല, പേടിക്കണ്ട. എ ബി എന്ന് വെച്ചാൽ എന്താ? ആൻഡ് ഗേറ്റ് ആണ്. എ ആൻഡ് ബി നമ്മൾ മുമ്പ് പഠിച്ചതാണ്. എ ബി എന്ന് എഴുതിയാൽ എ ആൻഡ് ബി എന്നാണ്. എ ബി ഓൾ ബാർ എന്ന് വെച്ചാൽ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ ഒരു നോട്ട് ഗേറ്റ് വെച്ചതാണ് എ ബി ഓൾ ബാർ. ഈ കാണുന്ന സർക്യൂട്ട് പോലെ ഒരു ആൻഡ് ഗേറ്റ്, അതിന്റെ ഔട്ട്പുട്ടിൽ ഒരു നോട്ട് ഗേറ്റ്. ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എ ബി കിട്ടി, നോട്ട് ഗേറ്റ് കൂടെ കടന്നു പോകുമ്പോൾ എ ബി ഓൾ ബാർ കിട്ടി. കാരണം ഈ ആൻഡ് ഗേറ്റിൽ രണ്ട് ഇൻപുട്ട് ആയിരുന്നു, എയും ബിയും. അപ്പോ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ ഒരു നോട്ട് ഗേറ്റ് വെച്ച് കഴിയുമ്പോൾ അത് നാൻഡ് ഗേറ്റ് ആയി മാറും. ആൻഡിന്റെ കൂടെ നോട്ട് എന്ന് കാണിക്കാൻ NAND, നാൻഡ്. ഇതാണ് നമ്മുടെ നാൻഡ് ഗേറ്റിന്റെ സിമ്പൽ. ക്ലിയർ അല്ലേ? ഇതേപോലെ നമ്മൾ നേരത്തെ പഠിച്ച ഓർ ഗേറ്റ്, എ പ്ലസ് ബി കിട്ടാൻ വേണ്ടി നമ്മൾ വരച്ച ഓർ ഗേറ്റ്, എയും ബിയും ഇൻപുട്ട്. അപ്പോൾ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എ പ്ലസ് ബി ആണ്. അവിടെ ഒരു നോട്ട് ഗേറ്റ് വെക്കുന്നു, ഒരു ഇൻവെർട്ടർ. അപ്പം നമുക്ക് കിട്ടുന്ന ആ സർക്യൂട്ട് എന്താ? എ പ്ലസ് ബി ഓൾ ബാർ ആണ്. ഓർ ഗേറ്റിൽ നോട്ട് വെച്ചു, നോർ ഗേറ്റ്, നോർ. ഓർ ഗേറ്റ് വിത്ത് നോട്ട്, നോർ. ഈ രണ്ട് സംഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, നാൻഡും നോറും. നാൻഡ് നമ്മളിങ്ങനെ ഇനി മുതൽ ഇങ്ങനെ ആൻഡ് ഗേറ്റും പിന്നെ നോട്ട് ഗേറ്റും സെപ്പറേറ്റ് കാണിക്കില്ല. എന്ത് ചെയ്യുന്നറിയോ? ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിന്റെ അവിടെ ഒരു ബബിൾ ഇട്ട് കൊടുക്കും, ഒരു വട്ടം. എന്നിട്ട് ഔട്ട്പുട്ട് വരയ്ക്കും. അപ്പൊ തൊട്ട് മനസ്സിലാക്കുക ഇത് നാൻഡ് ഗേറ്റിന്റെ സിമ്പലാണ്, നാൻഡ്. ബേസിക് ഗേറ്റ് ആൻഡ് ഓർ നോട്ട് ആണെങ്കിൽ അതിൽ നിന്നുണ്ടാക്കിയ അല്പം അഡ്വാൻസ്ഡ് ഗേറ്റ് ആണ് നാൻഡ്. നാൻഡിന്റെ സിമ്പലാണ് ഈ കാണുന്നത്. ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ ഒരു ബബിൾ, ഒരു വട്ടിട്ടു, എന്നിട്ട് ഔട്ട്പുട്ട് എടുത്തു, നാൻഡ്. ഇതേപോലെ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് വരയ്ക്കുമ്പോൾ അവിടെ തുടക്കത്തിൽ തന്നെ ഒരു ബബിൾ ഇട്ട് വെക്കുക, അത് നോർ ഗേറ്റ് ആയി മാറും. അപ്പം നാൻഡും നോറും രണ്ട് അഡ്വാൻസ്ഡ് ഗേറ്റുകളാണ്. ഡി മോർഗൻ ലോയിൽ പറഞ്ഞതാണ് ഈ രണ്ടെണ്ണം, എ ബി ഓൾ ബാറും പിന്നെ എ പ്ലസ് ബി ഓൾ ബാറും. ഇത് രണ്ടും അഡ്വാൻസ്ഡ് ഗേറ്റ്സ് ആണ്, നാൻഡും നോറും. എന്തിപ്പോൾ മാഷ് പറയണത്? എന്തിപ്പോൾ ഇതിന്റെ പ്രത്യേകത കേട്ടോ? ഈ നാൻഡും നോറും യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നറിയപ്പെടും. യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യണമെന്നറിയോ? നിങ്ങൾ നേരത്തെ പഠിച്ച ബേസിക് ഗേറ്റ്സ്, ആൻഡ് ഓർ നോട്ട്, ഈ പറഞ്ഞ മൂന്ന് സംഭവങ്ങളും നമുക്ക് ഈ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാം. നാൻഡ് ഗേറ്റ് കൊണ്ട് മാത്രമുള്ള ഒരു സർക്യൂട്ട് ഉണ്ടാക്കുക, അത് ആൻഡ് ഗേറ്റിന് തുല്യമായി നിൽക്കും. നാൻഡ് ഗേറ്റ് കൊണ്ട് മാത്രമായിട്ട് നിങ്ങളൊരു വേറെ സർക്യൂട്ട് ഉണ്ടാക്കുക, അത് ഓർ ഗേറ്റിന് പകരം നിൽക്കും. നാൻഡ് ഗേറ്റ് തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നോട്ട് ഗേറ്റും ഉണ്ടാക്കാം. ചുരുക്കം പറഞ്ഞാൽ കുറച്ച് നാൻഡ് ഗേറ്റ് കിട്ടിയാൽ മതി, നിങ്ങൾക്ക് ആൻഡും ഓറും നോട്ടൊക്കെ ഇത് വെച്ച് ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ ആൻഡ് ഓറ് നോട്ട് സെപ്പറേറ്റ് ടൈപ്പ് IC ചിപ്പ് ഇനി വേണ്ട. എല്ലാതും കൂടിയിട്ട് നാൻഡ് ഗേറ്റിന്റെ ഒരു IC ചിപ്പ് കിട്ടിയാൽ മതി. ആ IC ചിപ്പിന്റെ ഉള്ളിൽ അതിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന രീതി അനുസരിച്ച് അതിനെ നമുക്ക് ആൻഡോ ഓറോ നോട്ടോ ഒക്കെ ആക്കി മാറ്റാന്ന്. ചുരുക്കം പറഞ്ഞ സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നവർക്ക് പണി എളുപ്പമുണ്ട്, സങ്കീർണത കുറയും, കോംപ്ലക്സിറ്റി കുറയും. ഓരോ തരം സർക്യൂട്ടിന് ഓരോ തരം ഫങ്ഷനൽ, ഓരോ തരം ചിപ്പിൽ ഓരോ തരം ഫങ്ഷൻ അല്ല. ഏത് ചിപ്പ് കിട്ടിയാലും നമുക്ക് ആൻഡ് ഓറോ നോട്ടോ ഉണ്ടാക്കാവുന്ന രീതിയിൽ നാൻഡ് ഗേറ്റിന്റെ ചിപ്പുകൾ വാങ്ങിയാൽ മതി. എല്ലാ തരം ഗേറ്റിനും തുല്യമായിട്ട് നിൽക്കും. ഇതേപോലെ നോർ ഗേറ്റും യൂസ് ചെയ്യാം.
ആൻഡിനോ ഓറിനോ നോട്ടിനോ പകരം നിങ്ങൾക്ക് നോർ ഗേറ്റുകൾ മാത്രം കിട്ടിയാൽ മതി. ഓറിന്റെ ഔട്ട്പുട്ടിൽ ഒരു ബബിൾ ഇട്ട സംഭവം മാത്രം കിട്ടിയാൽ മതി. നിങ്ങൾക്ക് എന്തിനു പകരം വെക്കാം? എല്ലാ ബേസിക് ഗേറ്റ്സുകൾക്കും പകരം വെക്കാം. അത് ആ നോർ ഉപയോഗിക്കുന്ന രീതിയാണ് അതിനെ പലതരം ബേസിക് ഗേറ്റ്സുകളിന് തുല്യമാക്കി മാറ്റുന്നത്. ഇതേപോലെ നാൻഡ് ഉപയോഗിക്കുന്ന രീതിയാണ് അതിനെ പലതരം ബേസിക് ഗേറ്റുകളാക്കി മാറ്റുന്നത്. അങ്ങനെ എല്ലാ തരം ഗേറ്റുകൾക്കും പകരം നിൽക്കുന്ന ഗേറ്റുകളായ കാരണം നാൻഡിനെയും നോറിനെയും യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? യൂണിവേഴ്സൽ ഗേറ്റ്സ്, നാൻഡും നോറും. ക്ലിയർ ആണല്ലോ? അപ്പോൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് ആയിട്ട് എങ്ങനെ നാൻഡ് ഉപയോഗിക്കും, യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് എങ്ങനെ നോർ ഉപയോഗിക്കും, അതാണ് ഇനി നമ്മൾ കാണാനുള്ളത്. അതിനു മുമ്പ് നാൻഡിൻ്റെയും നോറിൻ്റെയും ട്രൂത്ത് ടേബിളും കൂടി ഒന്ന് പരിചയപ്പെട്ടിരിക്കണം നല്ലതാണ്. ആൻഡിൻ്റെ ട്രൂത്ത് ടേബിൾ നിങ്ങൾക്കറിയാം. എ ഉണ്ട്, ബി ഉണ്ടെങ്കിൽ എ ബി ആണ് ആൻഡിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്? എല്ലാ ഇൻപുട്ട് കണ്ടീഷൻസും 1 വരുമ്പോൾ മാത്രം ഔട്ട്പുട്ട് 1. ആ ട്രൂത്ത് ടേബിളിൽ ഒരു നോട്ട് ഗേറ്റ് വെക്കുക എ ബിക്ക് കിട്ടിയ ഔട്ട്പുട്ടിൽ. അപ്പോൾ എ ബി ഹോൾ ബാർ ആവും. അപ്പോൾ ഈ 0 0 0 1 എന്നുള്ള ഈ 4 കോമ്പിനേഷൻ എന്തായി മാറും? 1 1 1 0 എന്നായി മാറും. ഇതാണ് നമ്മുടെ നാൻഡ്. ഇതേപോലെ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഇപ്പൊ ഈ കാണുന്ന പോലെയാണ്. എങ്ങനെ? ഔട്ട്പുട്ട് 0 1 1 1 എന്നാണ്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 എന്നാണ്. ഈ ഔട്ട്പുട്ടിലൊരു നോട്ട് വെച്ചതാണ് എ പ്ലസ് ബി ഹോൾ ബാർ. അതാണ് നമ്മുടെ നോർ. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ? 1 0 0 0. അപ്പൊ നാൻഡിന്റെയും നോറിന്റെയും ട്രൂത്ത് ടേബിൾസ് അറിഞ്ഞു വെക്കുക, സിംബൽസ് അറിഞ്ഞു വെക്കുക, യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നറിയപ്പെടും എന്നറിഞ്ഞു വെക്കുക, എന്തുകൊണ്ട് എന്നറിഞ്ഞു വെക്കുക. ഇതെങ്ങനെ യൂണിവേഴ്സൽ ഗേറ്റ്സ് ആക്കാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്ക് ബൈ.